അങ്ങനെ നമ്മുടെ കൂടൽമാണിക്യ ഉത്സവം ഇന്ന് കഴിയാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ ഉത്സവം അടിപൊളിയായിരുന്നു. സ്റ്റാൻഡ് മുതൽ അമ്പലം വരെയുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയായി പൂമാലകൾ കൊണ്ടാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അതും നല്ല അടിപൊളിയായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിൽ നല്ല പൂരം നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളിങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുൻപ് ആ എക്സിബിഷൻസ് അവിടേക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞ് അവസാനം ഒരു 12 മണിയാകുമ്പോഴാണ് പൂരപ്പറമ്പിലെത്താറ്. പിന്നെ എക്സിബിഷൻ നടക്കുന്നിടത്തേക്ക് പോയി കഴിഞ്ഞാൽ കയ്യിലെ പൈസ തീരുന്നത് അറിയേയില്ല. എന്നാലും നമ്മൾ പെണ്ണുങ്ങൾക്ക് ഷോപ്പിങ് ഇങ്ങനെ പൂരപ്പറമ്പിൽ നിന്ന് വളയും മാലയും കമ്മലൊക്കെ വാങ്ങിച്ചില്ലെങ്കിൽ അത് എന്തോ ഒരു മനസ്സിലൊരു പ്രയാസം പോയാണല്ലേ. അങ്ങനെ ഞങ്ങളും കുറേ അലഞ്ഞ് തിരിഞ്ഞ് എന്തൊക്കെയോ വാങ്ങിച്ചു. രാത്രി 11 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇന്നും പൂരപ്പറമ്പിലെത്താറ്. അതുകൊണ്ടാണോന്നറിയില്ല, പല കടകളും അടച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കുറച്ച് കുങ്കുമൊക്കെ വാങ്ങിച്ചു. നല്ല റെഡ് കളറാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പന്ത് എറിയാനായിട്ട് നിന്നു. ഈ എറിയുന്ന പന്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എത്ര എറിഞ്ഞാലും അത് കൊള്ളണില്ല. ആ ക്ലാസ്സുകളിൽ എല്ലാവരും മാറി മാറി ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാശ് പോകുന്നതല്ലാതെ ഒരാളുടെയും ഗ്ലാസ് വീഴുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ ഫുഡ്, നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഫുഡ് ഒരു വികാരമാണല്ലേ. പൂരപ്പറമ്പിൽ നടന്ന് ഇങ്ങനെ തിന്നാന്ന് പറയുന്നത് എന്ത് രസമുള്ള പരിപാടിയാണ്. പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി മാത്രം എക്സിബിഷന് വരുന്ന ആളാണ് ഞാൻ. പിള്ളേർക്ക് കോളിഫ്ലവറും വാങ്ങിച്ചു കൊടുത്ത് ഞാൻ ഇങ്ങനെ നൈസായിട്ട് പാനിപ്പൂരി തിന്നുന്ന സമയത്ത് ദേ ഒക്കെ വന്നു. എന്നിട്ട് എൻ്റെ നിന്ന് എല്ലാവരും വാങ്ങി തിന്നു. എനിക്ക് ആകെ ഒരെണ്ണേ കിട്ടിയുള്ളൂ. കൊതി മാറാഞ്ഞ കാരണം ഞാൻ വീണ്ടും ഒരു പ്ലേറ്റും കൂടെ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ എക്സിബിഷൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ റൈഡുകളാണ് കേട്ടോ. ഇങ്ങനെ ഈ റൈഡുകളിൽ കയറുന്നത്, മറ്റുള്ളവർ കയറുന്നത് കണ്ട് നടക്കാൻ നല്ല രസമാണ്. 60, 80, 100 ഇങ്ങനെയാണ് ഓരോ റൈഡുകളിലും റേറ്റ് വരുന്നത് കേട്ടോ. ഇപ്പം ഈ കാണുന്ന വീഡിയോ ഞങ്ങൾ പിറ്റേ ദിവസം റൈഡിൽ കയറിയതാണ് കേട്ടോ. കുട്ടികൾ 4 പേർക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ ഞങ്ങൾ 2 പേരെടുത്ത് വലിയവരുടെ അടുത്ത് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളും കയറി. ഞാനൊരു വലിയ പൂരപ്രേമിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം എനിക്ക് ആനേനെ പേടിയാണ്. എല്ലാവരും തൊട്ട് മുന്നിൽ നിന്ന് കാണുമ്പോൾ ഞാൻ ഏറ്റവും സേഫായി വളരെ ദൂരെ നിന്ന് മാത്രമേ പൂരം കാണാറുള്ളൂ. പൂരത്തിൻ്റെ മേളം ആസ്വദിക്കുമ്പോൾ എൻ്റെ കണ്ണ് ആന അനങ്ങുന്നുണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കും. അതുകൊണ്ട് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പൂരം അടുത്ത് നിന്ന് ആസ്വദിക്കാൻ പറ്റാറില്ല. പിന്നെ ഇപ്രാവശ്യത്തെ വെടിക്കെട്ട് ഡിജിറ്റൽ വെടിക്കെട്ടായിരുന്നല്ലോ. നല്ല തിരക്കായിരുന്നു. കാല് കുത്താൻ സ്ഥലം കിട്ടിയിരുന്നില്ല. ഞങ്ങൾ വളരെ ദൂരെയാണ് നിന്നിരുന്നത്, ആ വൃന്ദാവൻ ഹോട്ടലിൻ്റെ അപ്പുറത്തായിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും വീഡിയോ എടുക്കാനോ അതിന് ഫ്രണ്ടിൽ നിന്ന് കാണാനോ പറ്റിയില്ല. വളരെ അകലെ നിന്ന് വീഡിയോ എടുത്ത കാരണം കണ്ടതുകൊണ്ടും അതത്ര നന്നായി ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല എന്ന് വേണം പറയാനായിട്ട്. റീൽസൊക്കെ വഴി ഒരുപാട് ഹൈപ്പ് കൊടുത്തതുകൊണ്ടാണെന്നറിയില്ല, ഇമാതിരി ഒരു തിരക്ക് ഇന്നേ വരെ കണ്ടിട്ടില്ല. കാരണം സ്റ്റാൻഡ് മുതൽ അമ്പലം വരെയുള്ള റോഡിൽ വരെ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്രാവശ്യത്തെ പൂരത്തിന് സമാപനമായി. ആറാട്ടിൻ്റെ അന്ന് സാധാരണ ഞങ്ങൾ പോവാറില്ല കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ പൂരം വളരെ ആഘോഷമായിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.